എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന രോഗമാണ് ത്രിദോഷമാണ് വാതം, പിത്തം, കഫം. വിശേഷേണ അഞ്ചും ചേർന്നത് പ്രപഞ്ചം. നമ്മളുടെ ദേഹത്ത് പഞ്ചഭൂത ശുദ്ധി ഇല്ലെങ്കിൽ നമുക്ക് ത്രിദോഷം സംഭവിക്കും. നമ്മളുടെ ദേഹത്ത് പഞ്ചഭൂത ശുദ്ധി ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ദേശത്തും പഞ്ചഭൂത ശുദ്ധി ഉണ്ടാവണം. നമ്മളുടെ ദേശം ശുദ്ധി കലശങ്ങൾ ആടുന്ന ഇടങ്ങളാക്കി മാറ്റണം. സനാതനധർമ്മത്തെ എതിർക്കുന്നവരും സനാതനധർമ്മത്തെ ഭയപ്പെടുന്നവരും സനാതനധർമ്മം അറിയാൻ പാടില്ലാതെ സനാതനധർമ്മികളാണെന്ന് പറഞ്ഞ് നടക്കുന്നവരും കേൾക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്നത്. ആരെയും എതിർത്തുകൊണ്ടോ പരിഹസിച്ചുകൊണ്ടല്ല ഈ വേദം പറയുന്നത്. ദേശശുദ്ധിയാണ് ദേഹശുദ്ധി, ദേശഭക്തിയാണ് ദേഹശക്തി. അതായത് നമ്മളുടെ ശരീരത്തിന് ദേഹശക്തി ഉണ്ടാകാനായിട്ട് ദേശഭക്തി ഉണ്ടാവണം. ദേശഭക്തി ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ബൗദ്ധികപരമായിട്ടാണ് നമുക്ക് ഭക്തി ജനിക്കേണ്ടത്. അപ്പോൾ മാത്രമാണ് ആത്മീയതയും ഭൗതികതയും ജൈവികതയും ചേർത്ത് വെക്കുന്ന വിളക്കായിട്ട് ദൈവവിശ്വാസം മാറുകയുള്ളൂ. ദൈവം എന്ന് പറഞ്ഞാൽ ദിവത്തെ ഏകുന്ന ശക്തിയാണ്. 4 ദ്രവ്യശക്തിയും 2 ജൈവശക്തിയും ചേർന്ന 6 ശക്തികളാണ്, 6 എനർജികളാണ് ദിവപ്രതിഭാസത്തിന് കാരണം. ആ ദിവം എന്ന് പറയുന്ന വ്യവസ്ഥിതമായിട്ടുള്ള അവസ്ഥയാണ് ദൈവികതയ്ക്ക് ജൈവികതയ്ക്ക് കാരണം. ജൈവികതയെ ഏകുന്ന ദ്രവ്യത്തിന്റെ ദിവ്യമായിട്ടുള്ള അവസ്ഥയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദൈവം എന്ന് പറയുന്നത്. ദൈവികത പുറത്തുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ അകത്തും ആ ദൈവികത നിഴലിക്കുകയുള്ളൂ. ദൈവ ജൈവ ശൈവ കണങ്ങൾ ചേർന്നതാണ് ഈ പ്രപഞ്ചം. അത് പഞ്ചഭൂതാത്മകമാണ്. നമ്മളുടെ ശരീരവും അങ്ങനെ തന്നെയാണ്. ആത്മാവ് മനസ്സ് ശരീരം എന്ന് പറയുന്നത് ഈ ത്രിഗുണ വൈഭവം തന്നെയാണ്. ഈ ദൈവ ജൈവ ശൈവ ഗണ വൈഭവമാണ് ആത്മാവ് മനസ്സ് ശരീരം. ജ്ഞാന ഇച്ഛ ക്രിയാശക്തികളെല്ലാം എന്താണ്? ആ ത്രിഗുണ വൈഭവമാണ്. ആ ത്രിഗുണ വൈഭവത്തെ ത്രികാല പൂജയെ ചെയ്തുകൊണ്ട് തന്നെ ആ ത്രിശക്തി വിശേഷത്തെ ത്രിദോഷത്തിൽ നിന്നും അകറ്റുന്ന രീതിയിലാണ് നമ്മളുടെ ആഹാരവും ആചാരവും അനുഷ്ഠാനവും നിഷ്ഠയും എല്ലാം. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അരിഷ്ടയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. രോഗത്തെ അരിഷ്ടയെ ഇല്ലാതാക്കുന്ന അനിഷ്ടമാണ് നമ്മളുടെ ഇഷ്ടമായി എടുക്കേണ്ടത്. ആ ത്രിദോഷത്തെ മാറ്റുവാനാണ് ത്രികാല പൂജകൾ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. നമുക്ക് സർവഗുണങ്ങളെയും ഏകുന്ന ആ ത്രിഗണങ്ങളെ ത്രിഗുണമാക്കി മാറ്റുവാൻ, സനാതനമാക്കി നിലനിർത്തുവാൻ, നമ്മളുടെ ത്രിദോഷത്തെ നീക്കുന്ന ത്രികാലത്തെ ഏകുന്ന ആ ത്രിഗണങ്ങളെ സംരക്ഷിച്ച് ശുദ്ധീകരിച്ച് പവിത്രീകരിച്ച് ജീവനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആരാധനാഭാവത്തിൽ ഈ പ്രകൃതിയെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ ഈ പ്രപഞ്ചത്തെ ട്രീറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രപഞ്ചത്തെ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രോഗം വരാതെ, ട്രീറ്റ്മെൻ്റ് എടുക്കാതെ നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ബീജാത്മാവിൻ്റെ ഗ്യാരണ്ടി ആയിരിക്കുന്ന 120 വർഷം സുഖകരമായിട്ട് സൗഖ്യത്തോടു കൂടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മണ്ണ് ജലം വായു അഗ്നി ആകാശം എന്ന് പറയുന്ന ആ 5 എലമെൻസുമായിട്ടുള്ള സഖ്യമാണ് നമ്മളുടെ സൗഖ്യത്തിന് കാരണം. ത്വക്ക് നാക്ക് മൂക്ക് കണ്ണ് ചെവി എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളും ഈ 5 എലമെൻസും തമ്മിലുള്ള സഖ്യമാണ് നമ്മളുടെ സൗഖ്യകാരണം. പ്രകൃതിയെ ബുദ്ധിപരമായിട്ട് ശുദ്ധീകരിച്ചുകൊണ്ട് ഭക്തിയോടെ കണ്ടുകൊണ്ട് നമ്മൾ നമ്മളുടെ ശരീരത്തിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്ന രീതിയാണ് ഭാരതം ലോകത്തിന് മുന്നിൽ വയ്ക്കുന്നത്. അതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ഓരോ ജീവിക്കും അതിൻ്റെതായിട്ടുള്ള ധർമ്മമുണ്ട്. ഒരു ചെടിയും പാഴ്ചെടിയല്ല, ഒരു ജീവിയും പാഴ്ജന്മങ്ങളല്ല. അപ്പോൾ അങ്ങനെ സർവചരാചരങ്ങളും ഒന്നിച്ച് യുഗ്മസഞ്ചാരം സാധ്യമാക്കുന്ന ഈ ഭൂമിയിൽ ത്രിഗണങ്ങൾക്ക് ക്ഷയം സംഭവിക്കാതെ, ക്ഷതം സംഭവിക്കാതെ, അതിൻ്റെ ഗുണങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഹാനിയും സംഭവിക്കാതെ ഈ പ്രപഞ്ചത്തിലെ ആ ത്രിഗണ വൈഭവത്തെ സനാതനമായിട്ട് നിലനിർത്തിക്കൊണ്ട് ഈ ത്രിഗണത്താൽ ക്ഷതത്തിൽ നിന്നും ക്ഷയത്തിൽ നിന്നും ജീവനെ ത്രാണനം ചെയ്യിപ്പിക്കുന്ന ഇടമായിട്ട് ക്ഷേത്ര സംവിധാനങ്ങൾ മാറുമ്പോൾ ഭാരതം ലോകത്തിന് മുന്നിൽ വെച്ച 4 വേദങ്ങളും അതിൻ്റെ 4 ഉപവേദങ്ങളും അതിലൊന്നായിട്ടുള്ള ആയുർവേദം പറയുന്ന ആ ത്രിദോഷ പരിഹാരാർത്ഥമുള്ള ജീവിത രീതിയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. സനാതനധർമ്മത്തെ എതിർക്കുമ്പോഴും നമ്മൾ ഏത് രീതിയിലുള്ള ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? സനാതനധർമ്മം പറയുന്ന രീതിയിലാണ് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊരു മതചിന്തയിൽ നിന്നും രൂപപ്പെട്ടതല്ല എന്ന് തന്നെ ആദ്യം അറിയണം. സനാതനധർമ്മം എന്താണ്? സനാതനൻ എന്ന് പറഞ്ഞാൽ ഈ മണ്ണാണ്.
സനാതനൻ എന്ന് പറഞ്ഞാൽ ഈ സസ്യലോകമാണ്, സനാതനൻ എന്ന് പറഞ്ഞാൽ ഈ അഗ്നിയാണ്, സനാതനി എന്ന് പറഞ്ഞാൽ ആകാശമാണ്, സനാതനി എന്ന് പറഞ്ഞാൽ ജലമാണ്, സനാതനി എന്ന് പറഞ്ഞാൽ ജന്തുലോകമാണ്. അപ്പോൾ ഈ 6 ദ്രവ്യ ജൈവ പ്രതിഭാസങ്ങളാണ് പ്രപഞ്ചത്തെ മുന്നോട്ട് നയിക്കുന്നത്, നമുക്ക് ഋതുക്കളെ ഏകുന്നത്, നമുക്ക് ഷഡ്ഭാവങ്ങളെ നൽകുന്നത്. ഷഡ്ഭാവം എന്ന് പറഞ്ഞാലോ, ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്ന് പറയുന്ന ഷഡ്ഭാവങ്ങൾക്ക് കാരണമായിരിക്കുന്ന പ്രതിഭാസം എന്തിൻ്റെതാണ്? ഈ 6 എനർജികളാണ്. ആ 6 എനർജികളാണ് എന്ത്? സനാതനനും സനാതനിയും. അതിനെ ഇല്ലാതാക്കിയാൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? അപ്പോൾ എങ്ങനെയാണോ നമ്മളെ ബാധിക്കുന്ന, നമ്മളെ ഇല്ലാതാക്കുന്ന, ജീവനെ ഹനിക്കുന്ന ത്രിദോഷങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഈ വീഡിയോ നമ്മളുടെ സപ്താഹാചാര്യന്മാർ കേൾക്കണം. അതായത് ക്ഷേത്രം എന്തെന്ന് അറിയാൻ പാടില്ലാത്ത, ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രത്തിൽ തൊഴുന്നത് മണ്ടത്തരമാണ്, ആനക്കഴുതത്തരമാണെന്ന് വിളിച്ചു പറയുന്ന, സനാതനധർമ്മത്തെ മുന്നോട്ട് നയിക്കുന്നവരെന്ന് പറയുന്ന സപ്താഹാചാര്യന്മാരായിട്ടുള്ളവരെല്ലാവരും ക്ഷേത്രം എന്താണെന്നുള്ള രഹസ്യം അറിയണം. ഇത് പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഇത് കേൾക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കണം. ഇത് ഞാൻ പറയാൻ കാരണം ആരെയും അവഹേളിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. ഇത് പറയാൻ കാരണം സനാതനധർമ്മത്തെ ഇല്ലായ്മ ചെയ്യേണ്ടതാണെന്ന് പറയുമ്പോൾ സനാതനധർമ്മം എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനെ ഇല്ലായ്മ ചെയ്യും. നവമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആചാര്യന്മാർ ഈ സമൂഹത്തെ വഴിതെറ്റിക്കുകയാണ്. അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ അമ്പലത്തിൽ പോകുന്നത് കഴുതപ്പണിയാണ്, അമ്പലത്തിൽ പോകുന്നത് തന്നെ കഴുതപ്പണിയാണ്. വിഗ്രഹത്തെ ദൈവമായി കാണരുത്, വിഗ്രഹത്തെ ആരാധിക്കരുത് എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൽ പോകരുത്, അതൊരു കഴുതപ്പണിയാണെന്നാണ് ഈ ആചാര്യന്മാർ പറയുന്നത്. വളരെ ശ്രേഷ്ഠരായിട്ടുള്ള സപ്താഹാചാര്യന്മാരാണ് ഈ ജനങ്ങളോട് ഇത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മയും അച്ഛനും എല്ലാം മരക്കഴുതകളാണ്, അവരെ അനുസരിക്കരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആരുടെയും പേരെടുത്തല്ല ഞാൻ പരാമർശിക്കുന്നത്. മറ്റു ചില ആചാര്യന്മാർ പറയുന്നതോ, നിങ്ങളുടെ അമ്മയും അച്ഛനും സ്വന്തം അമ്മയും അച്ഛനുമല്ല, കാരണം നിങ്ങളുടെ മുജ്ജന്മത്തിലെ അച്ഛനും അമ്മയും മറ്റു എവിടെയോ സുന്ദരനും സുന്ദരിയുമായിട്ട് ഇരിപ്പുണ്ട്. ഇത് നമ്മളുടെ സ്വന്തം അച്ഛനും അമ്മയുമല്ല, നമ്മളുടെ മുജ്ജന്മം മറ്റൊന്നാണ്. ഏത് പട്ടിക്കും പൂച്ചയ്ക്കും അറിയാം അവരുടെ പൂർവ്വജന്മം, അവരുടെ മുജ്ജന്മം, അവരുടെ പൂർവികർ, അവരുടെ പൂർവ്വജന്മം ആ നിൽക്കുന്ന അവരുടെ അച്ഛനും അമ്മയുമാണെന്ന്. ആ നായ്ക്കൾക്കറിയാം അവരുടെ പുനർജന്മം ആ നിൽക്കുന്ന മക്കളാണെന്ന്. കുറെ ആചാര്യന്മാർ പ്രേതത്തെ ആവാഹിക്കുന്നവര്, പ്രേതത്തോട് സംസാരിക്കുന്നവര്, ചില ആചാര്യന്മാർ ആത്മാക്കളുടെ കൂടെ ജീവിക്കുന്നവര്, ആത്മാക്കളോട് സല്ലപിക്കുന്നവര്, ആത്മാക്കളെ ആവാഹിക്കുന്നവർ. മറ്റു ചിലര് പുനർജന്മ മുജ്ജന്മ സിദ്ധാന്തങ്ങളെ വൈകല്യപ്പെടുത്തിയിട്ട് സ്വന്തം അച്ഛനും അമ്മയ്ക്കും യാതൊരു വിലയും കൽപ്പിക്കാതെ ഈ കുടുംബങ്ങളെ ശിഥിലമാക്കുന്ന രീതിയിൽ സംസാരിച്ച് ഗിരിപ്രഭാഷണം നടത്തുന്നവര്. അമ്മയെ പച്ചത്തെറി വിളിക്കുന്ന, തായെ കുട്ടി തെറി വിളിക്കുന്ന ഒരു സമൂഹത്തെ പടുത്തുയർത്തുന്ന കൊടുങ്ങല്ലൂരത്തെ തെറിപ്പാട്ടിനെ ഭരണിപ്പാട്ടിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നവര്. ഭക്തി മൂത്ത് തേങ്ങ തലക്കടിച്ച് പൊട്ടിക്കും. കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ ഉടവാളെടുത്ത് കൊടുക്കുന്നവര്, ബലി കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നടക്കുന്നവര്, തെറി പറഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവര്, അന്യഭാഷ സംസാരിക്കുന്നവര്, ജനങ്ങളെ രോഗികളെ എല്ലാം വലയ്ക്കുന്ന, രോഗ ശുശ്രൂഷ ചെയ്ത് അത്ഭുത ശാന്തിയെ ചെയ്യുന്നവര്, മതഭ്രാന്ത് കൊണ്ട് മനുഷ്യരെ വെട്ടിക്കീറാൻ നിൽക്കുന്നവര്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് ആർക്കും പെട്ടെന്ന് ദഹിക്കാൻ സാധ്യതയില്ലാത്തൊരു സബ്ജക്റ്റാണ്. എങ്കിലും നിങ്ങൾ വെറുതെ കേട്ടിരിക്കുക, വെറുതെ കേൾക്കുക, ഒരു ചെവിയിൽ കൂടി കേൾക്കുക, മറ്റൊരു ചെവിയിൽ കൂടി വിടുക. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റർ ഉണ്ടെന്ന് മനസ്സിലാകുന്നവർ തുടരുക. അപ്പോൾ നമുക്ക് വീണ്ടും ത്രിദോഷ പരിഹാര മാർഗത്തിലേക്ക് തിരിച്ചെത്താം.